മലയാളം പുറത്തുവിട്ട ഈ നാഷണൽ ബ്രേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്ന നിർണായകമായ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത് ലാൽ, ഒടുവിൽ ആ പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി കൂടി സ്ഥിരീകരിക്കുകയാണ് അല്ലേ? അതേ ബിൽപുത്തൻ, അതായത് റിയാദിലെ ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ വക്താവ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് സാവകാശം ലഭിച്ചു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ലഭിച്ചിരിക്കുന്നത്. വധശിക്ഷ സംബന്ധിച്ച് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നീട്ടിവെച്ചിരിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വ്യക്തമായ പ്രതികരണമാണ് കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ചർച്ചകൾക്ക് ഇനി സമയമുണ്ട്. ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വാസവും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താക്കൾ പറയുന്നുണ്ട്. ഏതായാലും റിയാദ് എംബസിയാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ബിനിൽ പോത്തൻ, വളരെ നാളായി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നാളെയാണ് അവസാന ദിവസം ഉണ്ടായിരുന്നു നിമിഷപ്രിയയുടെ, അതിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ബിനിൽ പോത്തൻ. ശരത് ലാൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്ന ഈ വാർത്ത, അതായത് നമ്മളിപ്പോൾ പുറത്തുവിട്ട വാർത്ത കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ ഉൾപ്പെടെ നടത്തേണ്ടിയിരിക്കുന്നു. അതിന് കാന്തപുരത്തെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇതേ പാതയിൽ തുടരെ പോകേണ്ടിയുണ്ട്. അപ്പോൾ അതിനുള്ള സമ്മർദ്ദം കൂടി കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കാൻ നമുക്കാകണം അല്ലേ? അതെ, സ്വാഭാവികം. ഇനി ഇത് സംബന്ധിച്ച് കാരണം യമനിലെ ശരീഅത്ത് നിയമപ്രകാരം അനുസരിച്ച് കൊല്ലപ്പെട്ട വ്യക്തി മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുള്ളൂ. യമനാവട്ടെ, ഹൂത്തികളാവട്ടെ, ഈ കാര്യത്തിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ഷിയ വർഗമാവട്ടെ, എല്ലാവരായാലും മുസ്ലിം സമുദായത്തിലെ അവരെ ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. അതായത് വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബം ദയാനന്ദം വാങ്ങിയിട്ട് മാപ്പ് നൽകണം. മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്, സാവകാശം ലഭിച്ചിരിക്കുകയാണ്. ഇനി കാന്തപുരം ഇനി ഏതൊക്കെ ഇടപെടലുകൾ നടത്തി അല്ലെങ്കിൽ ബ്ലാക്ക് ഡോർ ഡിപ്ലോമസി നടത്തി ദയാവധം നൽകിയ ശേഷം മാത്രമേ ഇത്തരമൊരു നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുള്ളൂ യമനിലെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ധനത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കണം. ഇന്ത്യൻ സർക്കാരിന്റെ നയമനുസരിച്ച് ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ നയമുണ്ട്. ഇന്ത്യൻ സർക്കാർ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടില്ല. മറ്റൊരു രാജ്യം നിയമ സംഹിതയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് ഡോർ ഡിപ്ലോമസി അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ പ്രത്യേക ഫണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് മാത്രമേ ഇനി നിമിഷപ്രിയയുടെ ഒരു മോചനം സാധ്യമാവുള്ളൂ. തൽക്കാലം വധശിക്ഷ നീട്ടിവെച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ദയാധനം വാങ്ങി മാപ്പ് നൽകണം. അതാണ് ശരീഅത്ത് നിയമം. അത് വളരെ കർക്കശമായി പിന്തുടരുന്നതാണ് യമനിലെ ഹൂത്തികൾ എന്നുള്ളതും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ അത് ഇറാൻ വഴിയായാലും ശരിയല്ല, ഏത് വഴിയായാലും ശരി, സമ്മർദ്ദം ചെലുത്തി ഇതിന്റെ ധനം കുറപ്പിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുമെന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ നൽകുന്ന സൂചന.